ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, എന്നാലും നമ്മുടെ വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഓണം സെലിബ്രേഷന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മൾ എല്ലാവരും തലേദിവസം വീഡിയോ കാണാൻ എന്തായാലും പറ്റി കാണാം. നമ്മൾ പുലർച്ചയായി റൂം എത്തുമ്പോൾ പിന്നെ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനത്തെ ഒരു 12 മണിയാകുമ്പോഴാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ അവിടെ എത്തിയത് കേട്ടോ. പോയ ഉടനെ കുറച്ച് നേരം അവിടെയൊക്കെ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. പിന്നെ ഇതാ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ വേഗം സദ്യ കഴിക്കാം. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ കുറേ ഫോട്ടോസ് റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തിൽ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. നല്ല അടിപൊളി റീൽസും ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തത് നമ്മുടെ ക്യാമറാമാനായിട്ടുള്ള ഹുസൈനൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും സദ്യ കഴിക്കാൻ തുടങ്ങിയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു, ഒന്നും പറയാനില്ല. അയ്യോ, എന്ത് കാണുമ്പോൾ ഒന്നും കൂടി കഴിക്കാൻ തോന്നുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഒരു മയക്കം വരുമല്ലോ. അപ്പോൾ അതിന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗെയിം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ല അടിപൊളി ഡാൻസാണ് വരാൻ പോകുന്നത്. അതുപോലെ പാട്ടുകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഈ പ്രവാസ ലോകത്ത് നമുക്ക് എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ എൻജോയ് ചെയ്യട്ടെ, ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എന്താണ് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കേട്ടോ പ്രാവശ്യം ചേട്ടൻ. പിന്നെ നമുക്ക് ഈ ഓണത്തിൻ്റെ വീഡിയോ അന്ന് എനിക്ക് ഫുള്ളായിട്ടൊരിതും കവർ ചെയ്ത് തന്നത് വേറെ അല്ലാട്ടോ നമ്മുടെ ഫ്രണ്ടായ ഷിംനതാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ സിസ്റ്റർ ദിൽദിഷ്, ഇവർ രണ്ടുപേരായിട്ട് എനിക്ക് മാറിയിട്ട് അതിൽ ഒരുവിധം എല്ലാ വീഡിയോസും എനിക്ക് കവർ ചെയ്ത് തന്നത് അവർ തന്നെയാണ് കേട്ടോ. അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്കിങ്ങനെ എല്ലാ വീഡിയോ എല്ലാം കൂടി എനിക്ക് നടക്കില്ലായിരുന്നു കേട്ടോ. വീഡിയോസ് എടുക്കലൊന്നും നടക്കില്ല ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അവരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇത് കഴിയുന്നത് വരെ അവരാണ് എനിക്ക് പരമാവധി വീഡിയോസൊക്കെ എടുത്തു തന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിമും ബലൂൺ വെച്ചിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ. അതെന്താണെന്നൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കും. എനിക്കത് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ ഫസ്റ്റ് വിൻ്റെയാണ് കേട്ടോ, ജെൻസിൻ്റെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഗേൾസിൻ്റെ ഉണ്ട്, പിന്നെ കുട്ടികളുടെ ഉണ്ട്, എല്ലാവർക്കുള്ള ഗെയിമുകളും ഉണ്ട് കേട്ടോ. പിന്നുള്ള ഗെയിം നമ്മുടെ ലേഡീസിനുള്ള ഗെയിമാണ് കേട്ടോ. അതായത് ബോട്ടിൽ ബാലൻസിങ് ആണ്. പക്ഷേ ഈ ഗെയിം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കും വിചാരിച്ചു, പക്ഷേ 2 വിരൽ വെച്ചിട്ട് മാത്രം പിടിച്ചിട്ട് വേണം അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തായാലും നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുക, അതാണല്ലോ മെയിൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ 5 പേര് കേട്ടോ, 5 പേരും കൂടിയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വളരെ സിമ്പിളാണ്, ഇപ്പോൾ ബോർഡിൽ ബാലൻസ് ചെയ്ത് നിർത്തിയാൽ പോരെന്ന്. പക്ഷേ 2 വിരലുകൊണ്ട് മാത്രം പിടിച്ചിട്ട് നിർത്തണം കേട്ടോ, അതാണ് വലിയൊരു ടാസ്ക്. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കുക ആരാണ് ജയിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കിട്ടുമെന്നൊക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ റൗണ്ടിൽ പങ്കെടുക്കുന്നത് സഹോ വിസ്മയ പ്രിയ കറക്റ്റ് സ്റ്റേജ് തന്നെ പിടിക്കണം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണം, എല്ലാവരും നേരെ പിടിച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ എല്ലാവരും ഫിംഗർ കറക്റ്റ് ആണോ നോക്കൂ. ആരായിക ശക്തി പെൺകരുത്തിന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി അച്ഛൻ കാത്തിരിക്കുകയാണ്. ആദ്യ റൗണ്ട് കേട്ടോ, സെക്കൻഡ് റൗണ്ട് സീരിയസ് ആരംഭിക്കുന്നതായിരിക്കും. എത്ര പേര് നിശാന്ത് ഒരാൾ പിന്നെ മാറുകയാണ്. നിങ്ങൾക്ക് സമ്മാനം നൽകുന്നത് മുജിയാൻ മുജി സ്പോൺസർ ചെയ്യുക ചിപ്സ് ഉണ്ടായിരിക്കും.
സീനിയേഴ്സ് കടവരും അടുത്ത റൗണ്ട് പങ്കെടുക്കുന്നത് സൂഫിയ മുന്ന ആണ്ടൂര് രേഷ്മ ലജിത മുന്ന സഫ്ന സൂഫിയ ആദ്യ റൗണ്ടിൽ കൃഷ്ണപ്രിയ ജയിച്ചിരിക്കുമ്പോൾ രണ്ടാം റൗണ്ടിൽ നിൽക്കുന്നു മുന്ന സൂഫിയ രേഷ്മ നിജിത ആരായിരിക്കും ഈ കപ്പെടുക്കാൻ പോകുന്നത് 5 പേര് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ലേഡീസിൻ്റെ കഴിഞ്ഞു. ഇത് സെക്കൻഡ് റൗണ്ട് ആവട്ടെ. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഭയങ്കര റിസ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടത് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് നാടൻ പാട്ട് പാടിയതാണ് കേട്ടോ. ഞങ്ങൾ ആരും തല്ലരുത്, കാരണം ജസ്റ്റ് ചുമ്മാ പാടിയതാണ്. ഒരു രസമല്ലേ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് പേരെ വിളിച്ചിട്ടില്ല, കുറച്ച് പേരായിട്ട് നടത്തിയൊരു ഓണം സെലിബ്രേഷനാണ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഗെയിമും. ഇത് കഴിഞ്ഞ് പാട്ടുണ്ട്, ഞങ്ങൾ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്തായാലും നല്ല അടിപൊളി ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഞങ്ങൾക്ക് എന്തായാലും അബഹയിൽ. അപ്പോൾ ഓണത്തിന് ഞാൻ ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഈ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് ഓണം കഴിഞ്ഞ ശേഷം മുതൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഇനി അടുത്ത ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിമാണ്. ഇത് കുട്ടികൾക്കും ഉണ്ടായിരുന്നു, ഇവർക്കും ഉണ്ടായിരുന്നു. ലേഡീസ് ഇതിന് ഇറങ്ങിയില്ല, കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ നമുക്ക് തല കറങ്ങും കേട്ടോ. അതായത് നമ്മുടെ സൈഡിൽ എങ്ങനെയെങ്കിലും 3 ബോട്ടിൽ ആക്കണം കേട്ടോ. അതായത് അവിടെ നിന്നും അവർ 2 പേരിൽ നിന്ന് എടുത്തിട്ട് 3 ബോട്ടിൽ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യണം. ആ ഒരു ഗെയിമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് വിറ്റാണ്, ചിരിക്കും കേട്ടോ നമ്മൾ. കാരണം ഒരു ബോട്ടിൽ എടുത്ത് വയ്ക്കുമ്പോഴേക്കും അടുത്താൾ വന്ന് നമ്മുടെ ബോട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഈ ഒരു ഗെയിം. അയ്യോ ചിരിച്ചൊരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കുട്ടികളും കളിച്ചു, അതുപോലെ ഇവരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഗെയിം തന്നെയായിരുന്നു. സഹകരിക്കുന്നു. മുജീബാനൊക്കെ സ്പോർട്സ് ചെയ്യുക, സമ്മാനം നേടിയിരിക്കുന്നു. പിന്നെ അടുത്ത കസേരകളി, ലേഡീസിന്റെ കസേരകളി ആരംഭിക്കാൻ പോയത് ഓരോ ഗെയിമുകളായിട്ട് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറാമാൻ ഷിംനാഥ്. അപ്പോൾ ഇവനാണ് കേട്ടോ എന്തായാലും പകുതി വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇവൻ്റെ അനിയത്തിയാണ് ദിൽദിഷ. ഇവർ 2 പേരാണ് എനിക്ക് ഫുള്ളായിട്ട് അന്നത്തെ ഓണത്തിൻ്റെ വീഡിയോസ് മൊത്തം എടുത്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. കാരണം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അവർ തന്നെയാണല്ലോ എല്ലാ വീഡിയോസൊക്കെ എടുത്തത്. കാരണം ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എല്ലാം അവർ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെയറുകളിയാണ് ലേഡീസിൻ്റെ. അപ്പോൾ ചെയറുകൾ ഞാൻ 2ാമത്തെ റൗണ്ടിലാണ് ഞാൻ ഔട്ടായിട്ട്. ലാസ്റ്റ് പിന്നെ ഇവർ 2 പേരായി. ഞാൻ പിന്നെ എല്ലാ ഗെയിമിലും അങ്ങനെ ജയം തോൽവി അതൊന്നുമില്ല, നമ്മളെല്ലാത്തിലും പങ്കെടുക്കുക കേട്ടോ. അതന്നെയാണ് വലിയൊരു കാര്യം. പിന്നെ ഇതാ അടുത്ത സെക്ഷൻ ഇവരുടെ ആയിരുന്നു. അങ്ങനെ 2 സെക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയറുകൾ നടത്തിയത്. പിന്നെ ഇതാ കുട്ടികളുടെ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജെൻസിൻ്റെ സെക്ഷൻ, അങ്ങനെയായിട്ട് ചെയറുകൾ നടത്തി. പിന്നെ എല്ലാവരും ഇതിൽ പങ്കെടുത്തു കേട്ടോ. എല്ലാ ഗെയിംസിലും അവിടെ വന്നിരിക്കുന്ന എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് പരിപാടി ഗംഭീരമാക്കിയത്. അപ്പോൾ
ഇത് നമ്മുടെ ലാസ്റ്റ് ഗെയിമാണ് കേട്ടോ. അപ്പോൾ ഈ ഗെയിം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സുന്ദരിക്ക് പൊട്ടുതൊടൽ. വേറെ ഒന്നല്ല, ഈ ടൈമിൽ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോയി കേട്ടോ. കാരണം നമുക്കിത് കഴിഞ്ഞ് നമ്മുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഡ്രസ്സ് മാറ്റാൻ പോയതാണ്. അങ്ങനെ നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പാട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞങ്ങളിവിടെ ഫുള്ള് ഡാൻസാണ് കേട്ടോ. ഫുൾ നല്ല വൈബിലായിരുന്നു. എന്തായാലും ഓണം ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക, നല്ലൊരു വൈബുള്ളൊരു ദിവസം തന്നെയായിരുന്നു. ഞങ്ങൾ ഫുൾ ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. പക്ഷേ അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ അതിൽ സ്പീഡിലാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ മാത്രമായിട്ട് വേറെ കൊടുക്കാം. അപ്പോൾ കാണുന്നുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടിയൊക്കെ കഴിയാറായി. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. കാരണം വേറെ നല്ല ഭയങ്കര ടയേർഡായി. പിന്നെ വീഡിയോയുടെ കാര്യമേ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബായ്.